മോൻ പോയി എന്തെങ്കിലും പണി നോക്കിയേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കാനോ? ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഒന്ന് വീഡിയോ കോളിൽ വരാവോ? ഇപ്പൊ സമയമില്ല, പിന്നെ വരാം. ഇപ്പല്ല, കുളിക്കാൻ കയറുമ്പോ. ഒന്ന് പോയടാ. പകല് വെളിച്ചത്തിൽ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലേ. പോയേ പോയേ പോയേ. പ്ലീസ് പ്ലീസ് ഒരു സെക്കൻഡ്, അത്രേ ഉള്ളൂ സമയം. പറഞ്ഞേക്കാം, ഞാൻ വിളിച്ചോളാം. കുറച്ചുകൂടി താഴ്ത്തു. ആ, ബീഫ് ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി. ഇട് ബീഫ് ഇട്. എന്തായി നിന്റെ പരിപാടികളൊക്കെ? ലിസ്റ്റിൽ പേരുണ്ടടാ. വീട്ടുകാരെ അതും നോക്കിയിരിക്കുക. ആളെ ഞാൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ. അത് വിട്. എടാ, ഷൈനി ചോക്ക് എന്തായി? സുഖമാണോ? ഞാൻ കൊടുക്കണം. എന്ത് സുഖമേ? എടാ, കുറ്റിയിലടിച്ചിട്ടിരിക്കുന്ന മച്ചി പശുവാ. ഓർത്താ കൊള്ളാം. ട്രൈ അടിക്കണേ, വെള്ളം വെച്ചു. 4 പേരറിയാതെ എവറസ്റ്റ് കയറിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഈ കാര്യത്തിൽ എവറസ്റ്റ് കയറുന്നതിനേക്കാൾ റിസ്ക്കുമാണ്. നാട്ടുകാരറിഞ്ഞ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാൻ വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. ഷൈനി, ഞാൻ രാവിലെ പോവുകയാണേ. അതെന്തറിയുന്ന പെട്ടെന്ന്? എനിക്ക് പോണം ഷൈനി. 3ാം തരംഗാന്നാ കേൾക്കുന്നേ. ഇപ്പൊ പോയില്ലേ ഞാനിവിടെ പെട്ടുപോകും. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്ന പോവാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാറിയേ. അതൊന്നും നടക്കത്തില്ല. വല്ല ലോക്ക്ഡൌണും വന്ന എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോകും. ഞാൻ രാവിലെ പോവും ഷൈനി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ആരെങ്കിലും... അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് കൊള്ളാം, എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ. ഞാൻ രാവിലെ എന്തായാലും പോവും ഷൈനി. ഷൈനി, പൈസ വേണം. നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോവും. പക്ഷെ രാവിലെ തന്നെ പോകും. അല്ല ഷൈനി, 7-8 ദിവസത്തെ കുറവുണ്ടല്ലോ. അപ്പനി ഇങ്ങോട്ടില്ല അല്ലേ? ഷൈനി, രാവിലെ തന്നെ തുണിയെല്ലാം മാറിയേക്കണം. രാത്രി മോഷൻ എങ്ങാനും പോയാ രാവിലെ ആകുമ്പോഴേക്കും ഒരു പരുവാവും. ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ. നീ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ, എനിക്കറിയാം. അതിൻ്റെ കാണാനും ഉണ്ടായിരുന്നു.
നുന്നപ്പാ ഓ ഒരെണ്ണം കൂടി ഇങ്ങനെ എടുക്കടാ. ഇത് മതിയോ? അത് വലുതല്ലേ, ചെറുതെട്. ഇപ്പൊ ശരിക്ക് തരാം. എടുക്കടാ വേഗം. കയ്യിലൊന്നും അടിച്ച് പിടിപ്പിച്ചേക്കല്ലേ, ആശുപത്രി പോലും പോകാൻ പറ്റാത്ത നേരം. ഇച്ചിരി ഒന്ന് ഇളകി കിടന്നാൽ മതി, എല്ലാം കൂടെ കയറി കുത്തി നാശമായിക്കളെ. ഡാ, കയ്യോ കാലോ മുറിച്ചോണ്ട് വന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. എനിക്കിപ്പോ രണ്ടിടയായിട്ട് കയ്യോ കാലം മുറിയണോ? അത് മമ്മിയുടെ മൂട് പോലെയല്ലയോ? പൊളിച്ചില്ലേ അപ്പച്ചാ? പിന്നില്ലേ. നുന്നപ്പ ക്ഷീണിച്ചോടാ. ഞാൻ ക്ഷീണിച്ചില്ല. അപ്പച്ചനോ? ഓ കാണ്ടാ മാട് പോലെ വർക്ക് ചെയ്തിട്ടിരിക്കുക, എന്നിട്ട് എനിക്കൊരു ക്ഷീണമില്ല. പിന്നെ ജോയേ, ഞാൻ ആ പൂവിനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഒന്ന് വന്ന് കൊന്നുക. ആ മീൻകാരന്മാരും വന്നില്ല. കറി വെക്കാൻ ഒന്നുമില്ല ജോയേ. ആ കാലത്തെ വന്ന് ചിരട്ട എടുക്കുന്ന പണിയാ എനിക്ക്. അതിന്റെ ശമ്പളം മതി. കോണിയൊക്കെ എല്ലാം പോകും. ഇവനെയൊക്കെ വെച്ച് പണിയെടുത്താൽ നമ്മൾ ചിരട്ടെടുക്കും. തൊട്ടേനും പിടിച്ചനൊക്കെ കാശ് വേണം. ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ അവന്റെ ഗുണങ്ങ് മാറും. ഓ പിന്നെ ഉണ്ടോ. ചാച്ചതിന്റെ പരുവൊന്ന് നോക്കിയേക്കണേ. ഓ കൈ ചൂട് കൂടുതലാണോ? നുന്നപ്പ ഇങ്ങ് വന്നേടാ, അമ്മച്ചി ഒന്ന് കാണട്ടെ. ചാച്ച കൈയൊന്നും തട്ടാതെ സൂക്ഷിക്കണേ. പുറമൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കാം. എന്നാ പിന്നെ കൊച്ചിന് ഇത്തിരി കൂടെ ഗ്ലാമർ ആവാം. ചാച്ചാ, ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ. ഓ പുറത്തേക്ക് ഒഴിക്കണ്ട.
നിന്നപ്പൻ എവിടെ? നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ചാച്ച. എന്താ കഴിക്കുവാന്നോ? ആഹാ, കറി എന്തോ? ചിക്കൻ. ആ, പിന്നെ എന്തോ വേണം? അമ്മച്ചി എങ്ങനെ? ഈ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം അസുഖം. അതെന്തൊരു കോണത്തിലെ വർത്താനാടി. നിങ്ങൾ എൻ്റെ തോളിലോട്ട് കയറാതെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യ്. ഈ കൊറോണയുടെ സമയത്ത് ആരെ അറേഞ്ച് ചെയ്യാനാണ്? എവിടെ നിന്നാണ്? ആ ഗണേശ് സാറിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് റേച്ചായ. ആ പ്രതിഭണ്ണനോട് എങ്ങാനും പറ. പിന്നെ MLA അല്ലേ ഹോം നേഴ്സിനെ ഉണ്ടാക്കുന്നത്? വേണ്ട, ബാക്കിയുള്ളവരുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. വയ്യാണ്ടായ നമ്മൾ നോക്കണം ഷൈനി, നന്നായി നോക്കണം. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ദൈവം തമ്പരാൻ നോക്കിക്കോളൂ. എന്റെ അമ്മച്ചിയല്ലേ ഷൈനി? അമ്മച്ചി ആരുടേതാണെങ്കിലും മലം മലോ, മൂത്രം മൂത്രം. എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ? കഴിച്ചു. ഇതിപ്പോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? വന്നു നിന്ന് നോക്കാൻ പറയാനും പറ്റത്തില്ല. എന്താ പറ്റാത്ത? വന്നത് നോക്കട്ടെ. അല്ല, അതെങ്ങനെ ശരിയാവും? അതെന്താ, ആമക്കൾ നോക്കിയാൽ പറ്റത്തില്ലേ? ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാൽ പിന്നെ നമ്മളെങ്ങനെ കാണും? അങ്ങേർക്ക് ജോലിയില്ലേ? 25,000 കുണുവാക്കി അവിടെ പോയി കിടക്കുക. ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും 9,000. ചെയ്യത്തില്ല. മാവിയുടെ ഇരുമ്പ് കട. തലസ്ഥാനത്തെ കാറ്റ് അയാൾക്ക് പിടിക്കൂ. അയാൾ എസ്കേപ്പ് അടിച്ച് നിൽക്കുക. അവിടെ നിൽക്കട്ടെ, അതാ നല്ലത്. നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റില്ലേ പിന്നെ? ഷൈനി, അയ്യോ, അമ്മച്ചിയെ എങ്ങനുണ്ട്? റീന പോയിട്ട് എത്ര ദിവസമായി ഷൈനി? 4-5 ആ, അതിൻ്റെ കാണാനും ഉണ്ട്. വളരെ മോശമായിരിക്കുമോ ഷൈനി? അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി പേനില്ലെന്ന് വിചാരിക്കല്ലേ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഇനിയും ഞാൻ ചെയ്യും. ഷൈനിയെ കൊണ്ട് ഇത്രേ പറ്റത്തോളെങ്കിൽ വളരെ കോംപ്ലിക്കേഷൻ ആവും. അതെ, കിടക്കുന്നവർക്കല്ല, ബാക്കിയുള്ളവർക്ക്.
ആ കുട്ടിച്ചായ ഓക്കെ ഇല്ലയോ? അല്ലാതെ പറ്റുമോ? അല്ല പെട്ടെന്ന് ഇങ്ങനെ പോയാലെങ്ങനെയാ? പെട്ടെന്നായാലും എന്താ? ആ 4-5 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ഇപ്പൊ തന്നെ ഉച്ചയായി. ഇനി പോയിട്ട് എപ്പോ വരാനാണ്? ചാച്ചനും അമ്മച്ചും തന്നെയായാലോ? ഞാൻ വൈകിട്ട് ഇങ്ങ് വരും. ചാച്ചനും അമ്മച്ചിയും അതുമാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നീ എന്താന്ന് വെച്ചിട്ട് ഞാനിപ്പോ എന്തോ പറയാ. നീ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ദാ വരുന്നു മമ്മി. ചാച്ചാ പോയിട്ട് വരാവേ. അപ്പച്ച പോയിട്ട് വരാമേ. ഓ ഓ വേഗം വരണേനുണ്ടപ്പാ, അപ്പച്ചന് ബോറടിക്കും. ചെല്ലു. ഇത് പ്ലാനിലില്ലാത്ത പരിപാടിയാണല്ലോ. ആ പെട്ടെന്ന് തീരുമാനിച്ച ഇവൻ 4-5 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. അവനെങ്കിലും മനസ്സ് പിടിച്ചെന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ തുമ്പോന്റെ പ്രശ്നമൊന്നും അവനില്ലല്ലോ. അത് നന്നായി. 4-5 ദിവസം നമുക്ക് സ്വസ്ഥമായിട്ട് കാണാമല്ലോ. അയ്യോ, ബ്ലൂടൂത്തിലാണോ? കുഴപ്പമില്ല. ഇപ്പൊ 4-5 നമ്മൾ കണ്ടിട്ട്. രണ്ടുപേർക്ക് വെച്ചോ. ആ ഇന്ന് വരില്ലേ അതോ? ഇവനവിടെ കൊണ്ടാക്കുന്നു അടങ്ങുന്നു അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് എത്തിയിട്ട് വിളിക്ക്. ഓക്കെ, എന്തുപറ്റി? അത് ഞാൻ പറയാം. എടാ കായംകുളത്തുനിന്ന് സാധനം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഗുരുവായൂരോ പാലക്കാടോ നോക്കണം. എന്റെ പൊന്നിടവേ, നാട്ടുകാർക്ക് മൊത്തം കിട്ടിയിടുന്നുണ്ട്. ആർക്കും വേലയും കുരിയില്ലാത്ത ഇക്കാലത്ത് ഇതൊക്കെ വർക്കൗട്ട് ആവോ? കിറ്റി തേങ്ങയില്ലല്ലോ. ഇല്ലേ, കിറ്റില് തേങ്ങയില്ലേ? എടാ അതാടാ ഞാൻ പറഞ്ഞത്, കിറ്റി തേങ്ങയില്ല ഒരു മാങ്ങയില്ല. തേങ്ങ അരച്ച് മീൻകറി വരെ വെക്കുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ തേങ്ങ ഇല്ലാതെ വല്ല പണി നടക്കും. ആളിയാ നേരം വെളുത്ത കുറച്ച് പണിയുണ്ടായിരുന്നല്ലേ. പിന്നെ നാട്ടിൽ ഒരു കമ്പോളം ഇയാളല്ലേ നോക്കുന്നത്. 24 മണിക്കൂറും കഥ അടച്ചടക്കം ഒരു ഉളുപ്പില്ലേ ഒളിയാ. ഈ കിടത്തണ്ണയിൽ 24 മണിക്കൂർ വന്നിരിക്കുന്ന നിനക്കൊന്നും ഉളുപ്പില്ലയോ? ഇപ്പൊ നമ്മളാരായി? നമ്മളല്ല നീ. ഒരു പണിക്കും പോണ്ട് കുത്തിയിരുന്നു. കഷ്ടം. ആഹാ, ഷൈനി ചക്കവണ്ണ ആർക്കിട്ടാണ് ഇപ്പൊ ഒരു ഹോൺ? വളവല്ലേ എളിയാ, ഓൺ അടിച്ചോട്ട്. വളഞ്ഞാലില്ലെങ്കിലും അവളൊരു അടാറ് ചരക്കാണ് മോനെ. ആ തുടങ്ങി CCTV. ഒരു കോപ്പല്ല. കഴിഞ്ഞാണ് സേവിച്ചൻ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകുന്നവരെ ഒരൊറ്റ ദിവസമില്ലാണ്ട് നല്ല പരിപാടിയായിരുന്നു, അറിയാവോ? എടാ ആണുങ്ങളില്ലാത്ത വീട് നോക്കിയുള്ള അവരാ നിർത്ത്. ഒന്നുമല്ല, എല്ലാ ദിവസവും കൊണ്ടുവിട്ടതേ ഈ ഞാനാ. എപ്പ കൊണ്ടുവിട്ടുന്ന, എവിടെ കൊണ്ടുവിട്ടുന്ന? എന്നും രാത്രി ഒരു 11-11:30 ആകുമ്പേ ബൈക്കിൽ ഞാനാ കൊണ്ടുവിടുന്നത്. സേവിച്ചായ പുറകിൽ ചെന്ന് മാവിലൂടെ കയറി വെന്റിലേഷൻ വഴി താഴേക്ക് ഇറങ്ങും. പിന്നെ ഒരു 1-1.5-2 മണിക്കൂർ എന്റെ പൊന്നളിയാ തിരിച്ചു കൊണ്ടുവരുന്നത് ഞാനാ. എല്ലാ ദിവസവും രാത്രി മാവേ കൂടെ എഴുതി വീടി പണവേ. ഇത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് പരിപാടികളുണ്ട് അവൾക്ക്. അളിയാ നീ എന്റെ കക്കൂസി കയറി നോക്കല്ലേ, അവിടെ തീട്ടം മാത്രമേ ഉള്ളൂ. ഒഞ്ഞു പോടാ. അല്ല പിന്നെ എടാ നീ ഇങ്ങോട്ട് വന്ന്. അളിയാ ചങ്ക് പൊട്ടി ചാവല്ലേ? അളിയന് വേദനിച്ചെന്നാ തോന്നുന്നേ. എങ്ങനെയുണ്ട്? എടാ നിനക്ക് 5 പൈസയുടെ വിവരമില്ലേ? എന്റെ പൊന്നിടാവേ, കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ കയറുന്നല്ലേ. നീല എന്നെ കൊണ്ടുവിടുന്നത്. എന്റെ സ്വന്തം വീട് പോലെ ഞാൻ കയറുന്നതും പോകുന്നതും ഒക്കെ. ഒക്കെ ശരി തന്നെടാ, അവന്റെ പറച്ചിട്ടപ്പോൾ എനിക്ക് തോന്നി. അതിന് നീ ഇത്ര കളിക്കുന്ന എന്തിനാ? എനിക്കൊന്ന് കയറി വന്നതാ. എടാ നാട്ടിലുള്ളവന്മാർക്കൊക്കെ ഈമാരെ കാര്യത്തിൽ അപാര ബുദ്ധിയാ. ചെറിയ മണം അടിച്ചാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. അളയാ, അവളെ പറഞ്ഞ എനിക്ക് സഹിക്കൂല.